മോളെന്തിനാ കരയുന്നേ? നമുക്ക് കറങ്ങാൻ പോവാ. കരയല്ല. എന്തിനാ മോള് കരയുന്നേ? കരയണ്ട. മോളെന്തിനാ കരയുന്നേ? മോളെ പേടിക്കണ്ട. പേടിക്കുന്നേ. മോള് പേടിച്ചു പോയോ? എനിക്ക് എൻ്റെ മോളെ എനിക്കൊന്നുമില്ല, ഒരു കുഴപ്പമില്ല. ഞാൻ ഇങ്ങനെ കാണിച്ചതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളെ സ്കൂളിൽ നിന്ന് പരിചയമില്ലാത്ത ആൾക്കാരുടെ വണ്ടിയിൽ യാത്ര ചെയ്യാൻ പാടില്ല എന്ന് പറഞ്ഞിട്ടില്ലേ? ഇല്ലേ? പിന്നെ പരിചയമില്ലാത്ത ആൾക്കാർ മുട്ടായി അല്ലെങ്കിൽ എന്ത് സാധനം തന്നെങ്കിലും സ്വീകരിക്കാൻ പാടില്ല എന്ന് പറഞ്ഞിട്ടില്ലേ? അപ്പൊ പിന്നെ എന്തിനാണ് മോള് പരിചയമില്ലാത്ത ആൾക്കാരുടെ വണ്ടിയിൽ കയറുന്നത്? ഞാൻ കുട്ടി പല വണ്ടിക്കും കൈ നീട്ടുന്നത് കണ്ടിട്ടാണ് ഞാനത് ഇങ്ങനെ ചെയ്തത്. അതിനാദ്യം തന്നെ ഞാൻ ക്ഷമ ചോദിക്കുന്നു. പിന്നെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു കാര്യം ഞാനിപ്പം പറയാം. ഇപ്പം മോളെ ഞാനിപ്പോൾ തട്ടിക്കൊണ്ടുവന്നു. മോളെ അമ്മക്കും മോക്കും അല്ലേ നഷ്ടം അല്ലേ? വീട്ടുകാർ കുറേ അധ്വാനിച്ചിട്ട് നിങ്ങളെ പഠിപ്പിച്ച് നല്ലൊരു ജീവിതം ഉണ്ടാക്കി തരാൻ വേണ്ടിയിട്ടല്ലേ അവർ ശ്രമിക്കുന്നത് അല്ലേ? അപ്പോൾ കുറച്ച് നടക്കേണ്ടി വന്നാലെന്താ? അപ്പോൾ പിന്നെ ഇനി മുതൽ അങ്ങനെ ചെയ്യല്ല കേട്ടോ. ഞാനിത് ആദ്യമേ പറഞ്ഞു കഴിഞ്ഞാൽ നീ വിചാരിക്കും തന്ത വൈബ് അങ്ങനെയെല്ലാം വിചാരിക്കും. അതിനെക്കാട്ടി നല്ലതെന്നാണ് നമുക്ക് ആ അനുഭവം നേരിട്ട് കാണിച്ചത് കഴിഞ്ഞു കഴിഞ്ഞാൽ ഇനി ആ പേടി മാറില്ലല്ലോ. ഇനി മോളിങ്ങനെ ആരുടെ കൂടെയും പോവില്ലല്ലോ. നല്ല മിടുക്കിയായി പഠിക്കില്ലേ? അങ്ങനെ തന്നെയാണ് വേണ്ടത് കേട്ടോ. ഇനി എല്ലാ ആൾക്കാരോടും പറഞ്ഞു കൊടുക്കണം. പിന്നെ ആ പരിചയമില്ലാത്ത ആര് എന്ത് തന്നു കഴിഞ്ഞാലും സ്വീകരിക്കാൻ പാടില്ല. പരിചയമില്ലാത്ത ആൾക്കാരുടെ വണ്ടിയിൽ കയറരുത്. വണ്ടിയിൽ കയറി കഴിഞ്ഞാൽ അത് ചിലപ്പോൾ നാളെ അപകടം വിളിച്ചു വരുത്തും. നമ്മുടെ നല്ല ജീവിതത്തിന് വേണ്ടിയിട്ട് എന്താ വേണ്ടത്?